ഭർത്താവിന്റെ മക്കളെ കാര്യത്തിൽ അവർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്ത്രീകളുടെ ചുമതല വർദ്ധിക്കുകയാണ്. ഒരു ഭർത്താവിന്റെ അഭാവത്തിൽ ഒരുപാട് വലിയ ഭാരമാണ് ഒരു സ്ത്രീക്ക് ഇവിടെ വരുന്നത്. ഗർഭം ചുമന്ന് വളരെ പ്രയാസപ്പെട്ട് പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് ഏറ്റവും അധികം സാന്ത്വനമുണ്ടാകുന്നത് തന്റെ ഭർത്താവിന്റെ സാന്നിധ്യമാണെങ്കിൽ, പ്രവാസിയുടെ ഭാര്യമാർ ഈ സാന്നിധ്യം കൊണ്ട് ആസ്വദിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഗർഭകാലത്തെ പ്രയാസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ആരും പറയുന്നില്ല അവരോട്. അവൾ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സമയമാണ്. ഇതിനൊക്കെ പകരം പീഡനങ്ങളുടെയും പലതരത്തിലുള്ള കുത്തുവാക്കുകളുടെയും അവസ്ഥയാണ് പലർക്കും ലഭിക്കാറുള്ളതെങ്കിൽ ഈ സഹോദരിമാർ കുട്ടികളെ പോറ്റുന്നതിൽ വളരെ ജാഗ്രത പുലർത്തി ഭർത്താക്കന്മാരോടുള്ള പ്രതിബദ്ധത, കുടുംബത്തോടുള്ള പ്രതിബദ്ധത പുലർത്തേണ്ടതുണ്ട്. ഒന്നാമതായി പറയട്ടെ, ചെറിയ കുട്ടിയാകുന്നത് മുതൽക്ക് തന്നെ ഓരോരുത്തരും നമ്മുടെ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. ജനിച്ച് ആദ്യത്തെ ഒരു മാസക്കാലത്തെ നവജാത കാലമെന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ജീവിതത്തിൽ ഏറ്റവും ദ്രുതഗതിയിൽ മനുഷ്യ ശരീരം വളരുന്ന സമയം ഈ ഒരു മാസമാണ്. അന്ന് വളർന്ന സ്പീഡിൽ പിന്നെ വളർച്ച ഉണ്ടാവില്ല. ജനിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ഒരു ചെറിയ ഊടുവഴിയിലൂടെയാണ്. ആ വഴിയിലൂടെ പുറത്തെത്തിയതിനു ശേഷം പെട്ടെന്ന് ഇത്രയാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും വന്ന വഴിക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം വന്നപ്പോഴേക്ക് വളർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിലൂടെ ഇനി തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയില്ല. അത്ഭുതകരമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അങ്ങനെ ജനിച്ച് ആദ്യത്തെ ഒരു മാസക്കാലം ഈ കുട്ടികളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തണം. ഭർത്താവിന്റെ അഭാവം ഒന്നും അവിടെ സ്ത്രീ ശ്രദ്ധിക്കാൻ പാടില്ല. അതുകൂടി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ശ്രദ്ധ കൂടുതൽ ഉണ്ടാവണം. ഈ നവജാത ശിശുവിന് നല്ല പരിരക്ഷ നൽകണം. അതിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ പരിഗണന ഒക്കെ കൊടുക്കണം. പ്രധാനമായും ജനിച്ച സമയത്ത് തന്നെയുള്ള പാല്, ആ പാല് മഞ്ഞ നിറത്തിലായിരിക്കും ഉണ്ടാകുക. നമ്മളൊക്കെ സാധാരണ മൃഗങ്ങളെ കറക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പ്രസവിച്ച മൃഗങ്ങളുടെ പാലിന് മഞ്ഞളിപ്പുണ്ടാകും. അതൊരു 10-15 ദിവസം അതിന്റെ മക്കളെ മാത്രം കുടിപ്പിച്ച് എക്സ്ട്രാ വരുന്നത് കറന്നു ഒഴിവാക്കാറാണ് പതിവ്. പാല് വെളുപ്പ് നിറമായതിനു ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതിൽ നിന്നും തെറ്റുധരിച്ചുകൊണ്ട് ചില ഉമ്മമാരെങ്കിലും ജനിച്ച ഉടനെയുള്ള ഈ മഞ്ഞ നിറമുള്ള പാല് മക്കൾക്ക് കൊടുക്കാതെ പിഴിഞ്ഞ് കളയാറുണ്ട്. അത് ഭീമാബദ്ധമാണ്. ഈ കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒട്ടേറെ രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നായിട്ടാണ് അത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെച്ചിട്ടുള്ളത്. അത് സാധാരണ പാല് ചുരത്തപ്പെടുന്നത് പോലെ കൂടുതലില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതേ ആവശ്യമുള്ളൂ. എന്നാലും കുട്ടി അപ്പം നന്നായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, അതിൽ ബേജാറാകുമൊന്നും വേണ്ട. ആ സമയത്തുള്ള പാല് കുട്ടികൾക്ക് നന്നായി കൊടുക്കണം. അത് കഴിഞ്ഞ് 1 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കാലം, അതിനാണ് ശൈശവദശ എന്ന് പറയുന്നത്. ഈ പ്രായത്തിൽ കുട്ടികളെ ആരോഗ്യത്തിന് നല്ല ശ്രദ്ധ പതിപ്പിക്കണം. വൃത്തി, അതിനാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. ഉറങ്ങുന്നിടത്ത് തന്നെ മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അത് രാവിലെ ഒരു കുളിപ്പിച്ചാൽ പിന്നെയൊക്കെ ഇങ്ങനെ തുടച്ചാൽ മതി, ഇനി പിറ്റേന്ന് കുളിപ്പിക്കുമ്പോൾ മതി എന്നൊന്നും ചിന്തിക്കരുത്. കാഷ്ടവും മൂത്രവും നിരന്തരം കഴുകി വൃത്തിയാക്കണം. ഇവർക്ക് ഉറങ്ങാൻ ഒരുക്കിയ വീട്, റൂം സൗകര്യമുള്ളതായിരിക്കണം. വായു ഗതാഗതം വേണം. ജനൽ, 2 ഭാഗത്തും ജനൽ വേണം. ആ ജനലുകളുടെ മുകളിലെ നടുവിലെ ഒരു പോള രണ്ടും തുറന്നു വെച്ച് അകത്തേക്ക് കാറ്റും കടക്കാനും പോകാനുമുള്ള സൗകര്യം ഉണ്ടാവണം. ആ സൗകര്യം ശല്യം ചെയ്യുമെങ്കിൽ, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ കള്ളന്മാരെ ശല്യമുള്ള വീടുകളാകുമ്പോൾ മേലെ ചെറിയ പുറത്തേക്ക് കാറ്റ് ഒഴിഞ്ഞു പോകാൻ പറ്റിയ ഒരു ഫാൻ വെക്കലാണ് നമ്മളെ നാട്ടിലെ പ്രകൃതിയോട് യോജിച്ചത്. ഇവിടെ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ AC ഒക്കെ ഫിറ്റ് ചെയ്തു കൊടുത്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും. നമ്മളെ നാട്ടിന്റെ കാലാവസ്ഥ അനുസരിച്ച് സാധാരണഗതിയിലുള്ള ഇവിടുത്തെ ഒരു തൊഴിലാളിക്കും ഒരു മുതലാളിക്കും ഒന്നും AC-യുടെ ആവശ്യമില്ല. വല്ലാതെ അധ്വാനിക്കുന്ന ആളുകൾക്കൊക്കെ അത് വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് പറ്റിയ ഒരു അന്തരീക്ഷം നമ്മുടെ റൂമിൽ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും റൂമിൽ വെള്ളം തളം കെട്ടി നിൽക്കാൻ പാടില്ല. ഒരു കുഞ്ഞൻ മൂത്രമൊഴിച്ചാൽ താഴെ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ടാകും. അതിൽ വന്നു നിൽക്കുന്ന മൂത്രം അത് രാവിലെ പുറത്തേക്ക് ഒഴിവാക്കാമെന്ന് പലരും ചിന്തിക്കും. പക്ഷേ ഫാൻ കറങ്ങുന്നുണ്ട്. ആ റൂമിൽ നിന്ന് ഈ മൂത്രം ബാഷ്പീകരിച്ച് പൊങ്ങിയാൽ അത് ശ്വസിച്ചാൽ മതി, ഈ കുട്ടിക്ക് രോഗം വരും. എത്രത്തോളം എന്നല്ലേ, ഒരു നനഞ്ഞ മുണ്ട് പോലും ഉറങ്ങുന്ന റൂമിൽ ആറിയിടാൻ പാടില്ല.
അതിൽ നിന്ന് ബാഷ്പീകരിച്ചു വരുന്ന ജലഗണങ്ങൾ മതി പ്രതിരോധ ശേഷി കുറഞ്ഞ ഒരു ചെറിയ കുരുന്നിന് ജലദോഷവും കഫക്കെട്ടും പനിയുമൊക്കെ ഉണ്ടാകാൻ. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ നമ്മൾ വളർത്തണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ ഉമ്മ തന്നെ ഭർത്താവ് നാട്ടിലില്ല, ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യം ആരോഗ്യപ്രദമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതേ രീതിയിൽ തന്നെ ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ 2 വയസ്സുവരെ നിർബന്ധമായും അവർക്ക് മുലപ്പാല് തന്നെ കൊടുക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, വൽ വാലിദാത്തു യുർലിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. ഉമ്മമാർ പൂർണ്ണമായും 2 വർഷക്കാലം അവരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഖുർആൻ ഈ പറഞ്ഞ വിഷയം 1400-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകം ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇതൊരു പഴഞ്ചൻ പ്രഖ്യാപനമായി മാറിയിട്ടില്ല. ഇന്നലെ വന്ന ഒരു പത്രത്തിലും കണ്ടു, മുലപ്പാല് കൂടുതൽ കിട്ടിയ കുട്ടികൾ, മുലപ്പാല് കുറഞ്ഞ കുട്ടികൾ, ഇവരുടെ ബൗദ്ധിക ശക്തി, ഇവരുടെ ആരോഗ്യം ഇതെല്ലാം പഠനവിധേയമാക്കിയപ്പോൾ കൂടുതൽ മുലപ്പാല് കിട്ടിയ കുട്ടികൾക്കാണ് ബുദ്ധിശക്തി കൂടുതലുള്ളത്, ആരോഗ്യം കൂടുതലുള്ളത്, കർമ്മശേഷി കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണ് മുലപ്പാൽ. അത് അമ്മയുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് ലോകാരോഗ്യ സംഘടന ഒരാഴ്ചക്കാലം മുലയൂട്ടൽ വാരമായി ഇന്ന് ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ നേരത്തെ പഠിപ്പിച്ച ഈ ആശയത്തെ നമ്മൾ പ്രാവർത്തികമാക്കണം. പരമാവധി 2 കൊല്ലക്കാലം നമ്മൾ മുല കൊടുക്കുക. അതിൽ കൂട്ടാൻ വിരോധമില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ആ രീതിയിൽ വർദ്ധിപ്പിക്കുകയല്ലാതെ കുറക്കാതെ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അത് കുരുന്നുകളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. മുലയൂട്ടൽ ഉമ്മമാര് നിർത്തിവെച്ചാൽ ഒരുപാട് അപകടങ്ങൾ അവർക്കുണ്ട്. കുഞ്ഞിന് ആരോഗ്യക്കുറവിന്റെ പുറമെ ഉമ്മമാർക്കുണ്ടാകുന്ന പ്രശ്നം സ്തനാർബുദം ഇന്ന് സ്ത്രീകളെ ബാധിക്കുന്ന വലിയൊരു രോഗമാണ്. ആ രോഗബാധയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മുലയൂട്ടാൻ മടി കാണിക്കുന്നവരിലാണ് കൂടുതൽ സ്തനാർബുദ ബാധ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഇത് അല്ലാഹു നമുക്ക് ഈ കുരുന്നുകൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം തന്നതാണ്. മുലപ്പാൽ മൃഗങ്ങളുടെ പാലിനെ സംബന്ധിച്ച് പരാമർശിച്ചിടത്ത് ഖുർആൻ പഠിപ്പിച്ചതെന്താണ്? വ ഇന്നലകും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഅൻ ലിശ്ശാരിബീൻ. അതേ, മൃഗങ്ങളിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനി, അവയുടെ വയറ്റിൽ ഉള്ളതിൽ നിന്നും നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. അതെവിടെന്നാ വരുന്നത് നിങ്ങൾക്കറിയുമോ? ഒരു കത്തിയെടുത്ത് ഒരു ആടിന്റെ അകിട് കീറിയാൽ, പശുവിന്റെ അകിട് കീറിയാൽ എന്താണ് പുറത്തേക്ക് നിർഗളിക്കുന്നത്? മിൻ ബൈനി ഫർസിൻ വദമിൻ. ഒരു ഭാഗത്തൂടെ അമേദ്യം, കാഷ്ടം പുറത്തേക്ക് വരും, ചോര വരും. ഇതാണ് കത്തി കൊണ്ട് കീറിയാൽ അകത്ത് കയറി നോക്കിയാൽ നമ്മൾ കാണുന്നതെങ്കിൽ. എന്നാൽ പതുക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുത്താലോ, ലബനൻ ഖാലിസ, ശുദ്ധമായ സമീകൃതാഹാരം, എന്തൊരു സുഖമാണത് കുടിക്കാൻ. അതാണ് പുറത്തേക്ക് ചുരത്തി തരുന്നത്. അവിടെ അള്ള പ്രയോഗിച്ചത് നുസ്ഖീക്കും, മൃഗങ്ങളുടെ പാല് നിങ്ങളെ കൂടി നാം കുടിപ്പിക്കുന്നു. അതിന്റെ കുട്ടി കുടിച്ചാലും നമുക്ക് കുടിക്കാനും കടയിൽ കൊടുക്കാനും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനും മുലയിൽ വീണ്ടും പാലുണ്ട്. അതേ സമയത്ത് മനുഷ്യ സ്ത്രീകളുടെ പാലിനെ അള്ളാഹു പരാമർശിച്ചിടത്ത് പറഞ്ഞതെന്താ? വൽ വാലിദാത്തു യുർലിഅന ഔലാദഹുന്ന. മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ കൊടുക്കട്ടെ. അത് കറന്നെടുത്ത് ഭർത്താക്കന്മാർക്ക് ചായയിൽ പാരണ്ട, കടയിൽ വിൽക്കാൻ കൊടുക്കണ്ട. അത് കുരുന്നുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അത് കുട്ടികളുടെ അവകാശമാണ്. അത് കൊടുക്കാതെ തടയപ്പെട്ടു നിന്നാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അത് ക്യാൻസർ രൂപത്തിൽ പരിണാമപ്പെടും. പിന്നീട് സൗന്ദര്യബോധത്തിന്റെ പേരിൽ മുലയൂട്ടാൻ മടി കാണിച്ചവരെ സ്തനം ഛേദിക്കപ്പെടുന്ന കുറ്റകൃത്യമായി അള്ളാഹു അതിനെ കാണുകയും അങ്ങനെ സ്തന അർബുദ ബാധയേറ്റ് അവസാനം അത് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മളെ ഉമ്മമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഭർത്താക്കന്മാരെ അഭാവം അതൊന്നും പരിഗണിക്കാതെ ഈ കുരുന്നുകൾക്ക് 2 കൊല്ലക്കാലം മുലയൂട്ടാൻ ഉമ്മമാര് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് 3 മുതൽ 5 വരെയുള്ള പ്രായത്തെ, അത് മുതൽക്ക് തുടങ്ങുന്ന പ്രായം ബാല്യകാലം എന്നാണ് പറയുക. 3 മുതൽ 12 വയസ്സുവരെയാണ് ബാല്യകാലം എന്ന് പറയുന്ന കാലഘട്ടം. അതിലെ ആദ്യത്തെ 3 മുതൽ 6 വരെയുള്ള വയസ്സ് അതിനെ ആദ്യ ബാല്യമെന്നും
6 മുതൽ 9 വരെയുള്ള കാലത്തെ മധ്യബാല്യമെന്നും 9 മുതൽ 12 വരെയുള്ള കാലയളവിനെ അന്ത്യബാല്യമെന്നുമാണ് വിദ്യാഭ്യാസ വിശേഷണന്മാർ പറയാറുള്ളത്. ഇതിലെ ആദ്യത്തെ ബാല്യത്തിന്റെ ഭാഗമായ 2 വയസ്സ് മുതൽക്ക് 4.5 വയസ്സ് വരെയുള്ള പ്രായത്തെ നഴ്സറി ഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു കുരുന്ന് സ്വന്തം മാതാവിന്റെ മടിത്തട്ടിലും ഒക്കത്തുമായി കഴിഞ്ഞിരുന്ന സമയമായിരുന്നു 2 വയസ്സുവരെ. അതിനുശേഷം ആ കുരുന്ന് നടക്കാനും പതുക്കെ മുറ്റത്തേക്കിറങ്ങാനും ഈ പ്രപഞ്ചത്തിന്റെ വിവിധ വസ്തുക്കളെ പരിചയപ്പെടാനും അവൻ ശ്രമിക്കുകയാണ്. ഈ പ്രായം മുതൽക്കാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ ഒരു ടേണിംഗ് പോയിന്റ് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നമ്മുടെ തലച്ചോറിന്റെ വളർച്ചയുടെ 90% പൂർത്തിയാകുന്നത് നഴ്സറി ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിന് ഒരുപാട് മനഃശാസ്ത്രപരമായ ഗുണമുണ്ട്. ഉമ്മമാർ നന്നായി ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. ഈ ഘട്ടം ഒരു കുരുന്നിന്റെ ഹൃദയത്തിൽ സംസ്കാരങ്ങളുടെ അടിത്തറവാകുന്ന സമയമാണ്. അതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുരുന്നുകളും ജനിച്ചു വീഴുന്നത് ശുദ്ധ മനസ്സോടുകൂടെയാണ്. ഒരു കുശുമ്പുമില്ലാത്ത, കലർപ്പില്ലാത്ത നല്ല ശുദ്ധമായ മനസ്സോടെ കുരുന്നുകൾ ജനിക്കുന്നു. എന്നാൽ ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവന്റെ മാതാപിതാക്കൾ ചേർന്നാണ് അവനെ വിവിധ ആശയക്കാരനും സംസ്കാരമുള്ളവനുമാക്കി മാറ്റുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സംസ്കാരങ്ങളെ അടിത്തറപാകേണ്ട ഈ നഴ്സറി ഘട്ടത്തിന്റെ മാനസിക ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനുകരണവാസന. അനുകരണവാസന എന്ന സ്വഭാവം ഇത്ര ശക്തി ആർജിക്കുന്ന ഒരു ഘട്ടം മനുഷ്യ ജീവിതത്തിൽ വേറെയില്ല. നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കും. നിങ്ങൾ പ്രവാസികൾ പ്രായപൂർത്തി എത്തിയതിനു ശേഷം വിദേശ മണ്ണിൽ പോയവരാ. 10, 15, 20 കൊല്ലം വിദേശത്ത് താമസിച്ചിട്ടും നന്നായി അറബി പഠിച്ചവർ എത്രയാളുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഫുൽഫുൽ മാഫി, മിൽഹ് മാഫി, അങ്ങനെ ഒരു 5-8 മാഫി അല്ലാതെ ഉള്ളതെന്തെങ്കിലും പറയാൻ അറിയുന്നവർ വളരെ കുറവായിരിക്കും. അതേ സമയത്ത് നമ്മളെ വീട്ടിൽ താമസിക്കുന്ന 3 വയസ്സുകാരൻ കുട്ടി, അവനോട് നിങ്ങൾ മലയാളത്തിലൊന്ന് സംസാരിച്ചു നോക്കൂ, അവനെല്ലാം ബോധ്യമാകും. അവൻ ഇങ്ങോട്ട് തിരിച്ചു സംസാരിക്കും. എന്തുകൊണ്ടാണ്? ഈ അനുകരണ വാസനയുടെ ശക്തിയാണ്. ഇത് വേറൊരു പ്രായത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ഉമ്മമാരുടെ ഒക്കത്തും അവരെ മുറ്റത്തും അവരെ സമീപത്തുമായി കഴിയുന്ന ഈ കുട്ടികൾ അവരനുകരിക്കുകയാണ്. സാഹചര്യത്തിൽ നിന്ന് അവർ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിൽ അനുകരണീയമല്ലാത്ത ഒന്നും നമ്മുടെ മക്കളെ കേൾപ്പിക്കരുത്, കാണിപ്പിക്കരുത്, അവരെ മുമ്പിൽ അവതരിപ്പിക്കരുത്. അതവർ ജീവിതത്തിന്റെ ഭാഗമായി, ജീവിതത്തിന്റെ അടിത്തറയായി അതിനെ അവർ ഉൾക്കൊണ്ടുപോകും. അതുകൊണ്ട് TV നമ്മുടെ വീട്ടിൽ നിയന്ത്രിക്കപ്പെടണം. ഭർത്താവിന്റെ അഭാവം അത് നൽകുന്ന ആ വിരഹത്തെ സമാധാനിപ്പിക്കാൻ പലരും അവർക്ക് സാന്ത്വനമായി വാങ്ങിക്കൊടുത്തു പോയതെന്താണ്? TV-യാണ്. ഈ ഉമ്മാക്ക് ഇനി ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, ഫ്രിഡ്ജും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിയൊക്കെ അവിടെ കയറ്റി വെച്ച് ആവശ്യമാകുമ്പോൾ ചൂടാക്കി കഴിച്ചുകൊള്ളുക. ബാക്കിയുള്ള സമയമൊക്കെ ഇതിനു മുമ്പിലിരിക്കുമ്പോൾ തന്റെ കുരുന്നിനെ പിടിച്ച് മുന്നിലിടുക. ശല്യം ചെയ്യല്ല, അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് അവനെ നേരെ മുമ്പിലാണ്. ഈ കുരുന്നൊരു 10-15 വയസ്സാകുമ്പോഴേക്ക് അവന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല. കാരണം ഇവൻ ഈ പ്രകാശത്തിന്റെ തൊട്ട് മുമ്പിലാ ചെന്നിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ ശല്യങ്ങൾക്കൊക്കെ പുറമെ ഒരു വാർത്ത പോലും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ വരുന്ന പരസ്യം, ആ പരസ്യത്തിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ വേഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു കുരുന്നു കണ്ടാൽ ഇതാണ് എനിക്കും വേണ്ട ഡ്രസ്സ്, ഈ കോലമാണ് ഞാനും ആടേണ്ടത്. ഈ കുരുന്നിന്റെ മനസ്സിൽ അങ്ങനെ അങ്കുരിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അതവന്റെ സംസ്കാരത്തിന്റെ അടിത്തറയായി മാറിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ വാക്ക് വിസ്മരിക്കരുത്. ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, ഉമ്മയും ബാപ്പയും ചേർന്ന് മക്കളെ വഴിതെറ്റിക്കുന്നു, അവനെ വിവിധ സ്വഭാവക്കാരനാക്കി മാറ്റുന്നു എന്നത് നമ്മൾ ഉൾക്കൊള്ളണം. ഈ പ്രായത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല വിഷയങ്ങൾ അവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുക, നല്ല നല്ല സംസ്കാരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതേ രീതിയിൽ നല്ല പാട്ടുകൾ പാടി അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളൊക്കെ നൽകി കുട്ടികളെ നന്നായി പോറ്റേണ്ട ഈ സമയത്ത് നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിത്തറ പാളിപ്പോയാൽ ബാക്കി അങ്ങോട്ടൊക്കെ അപകടങ്ങളായിരിക്കും. അതുകൊണ്ട് നന്നായി നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞാൽ 6 മുതൽ 9 വരെ വയസ്സിന്റെ സമയം ഓരോ മാതാവും പിതാവും ശ്രദ്ധിക്കണം. ഉമ്മമാർക്ക് രക്ഷിതാക്കൾ, പിതാക്കന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും വേണം. ഈ പ്രായത്തിന്റെ പ്രത്യേകത, മാനസികമായ ഒന്നാമത്തെ ഇപ്പോഴുള്ള ഗുണമെന്താണ്?
ആശയ പഠനത്തിന് ശ്രമം തുടങ്ങുന്ന സമയമാണ്. നഴ്സറി ഘട്ടത്തിൽ ഒരു 5 വയസ്സുവരെ കുട്ടികൾ ആശയ പഠനമല്ല, എന്ത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അതങ്ങനെ പറയാന്ന. നമ്മൾ ഈ മുതിർന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഭാഷ പഠിക്കാൻ കഴിയുന്നില്ല? നമ്മൾ അപ്പോഴേക്ക് ആശയം ചിന്തിച്ച് ഗ്രാമർ തെറ്റിപ്പോകോ, അർത്ഥം മാറിപ്പോകോ എന്നൊക്കെ ആശങ്കപ്പെട്ടതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ചെറിയ കുരുന്നുകൾക്ക് ആശങ്കയില്ല, ഗ്രാമർ, ആശയം ഇതൊന്നും നോട്ടല്ല, എന്താ തത്ത പറയും പോലെ പറയാ, അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്നു. എന്നാൽ 6 മുതൽ 9 വരെയുള്ള കാലത്ത് ഗ്രഹണശക്തി അത് വർദ്ധിക്കും. അപ്പോഴാണ് കുട്ടികൾ പഠിക്കുന്നത്, പറയുന്നത് എന്താണിത്, ഇതെന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ പ്രായത്തിലാണ് ഓർമ്മശക്തി ഏറ്റവും പുഷ്പിച്ചു നിൽക്കുന്ന സമയം, ഓർമ്മശക്തി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം. ഈ സമയത്ത് മനഃപ്പാഠമാക്കിയ ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലുമുൽ ഇൽമി ഫിസ്സിഅരി കന്നഖ്ശി അലൽ ഹജരി. ചെറിയ കുട്ടിയാകുമ്പോൾ ഇൽമു പഠിച്ചാൽ, അറിവ് നേടിയാൽ അത് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ മായാതെ അവിടെ കിടക്കും. യഥാർത്ഥത്തിൽ ആ പ്രായമാണ് മധ്യബാല്യം എന്ന് പറയുന്ന ഈ പ്രായം. ഈ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠനം നമ്മൾ കൊടുക്കണം. മനഃപ്പാഠമാക്കേണ്ടതൊക്കെ ഈ പ്രായത്തിൽ മനഃപ്പാഠമാക്കണം. നിസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ദിക്റുകളും ഉമ്മമാര് ചിന്തിക്കണം. ഇനി ഒരിക്കൽ അവനെ നിങ്ങൾക്ക് അത്തഹിയാത്ത് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല, നിസ്കാരം ചൊല്ലേണ്ട ദിക്റ് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾക്ക് അനുഭവം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് അത്തഹിയാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ അവർക്ക് ചൊല്ലാൻ കഴിയുന്നില്ല. സുന്നി വിദ്യാഭ്യാസ ബോർഡും പോരെ എന്ന് നമ്മൾ ചോദിച്ചിട്ട് കാര്യമല്ല. പഠിക്കേണ്ട സമയത്ത് ഇത് പഠിച്ചിരിക്കണം. ആ സമയത്ത് പഠിപ്പിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ, വീട്ടിൽ നിന്ന് നിരന്തരം നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവർ മറന്നുപോകും. അതുകൊണ്ട് 6 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടി അത്തഹിയാത്ത് പഠിച്ചു എന്ന് ഉമ്മയും ബാപ്പയും ഉറപ്പുവരുത്തണം. മറ്റ് നിസ്കാരത്തിന്റെ അകത്ത് ദിക്റ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. മനഃപ്പാഠമാക്കേണ്ട സൂറത്തു യാസീൻ, അതുപോലെ മറ്റു ചെറിയ സൂറകൾ, ഇതൊക്കെ ഈ പ്രായത്തിലാണ് കുട്ടികൾ മനഃപ്പാഠമാക്കേണ്ടത്. തന്റെ കുരുന്നിന്റെ കാര്യം ഈ പ്രായത്തിൽ നന്നായി ചിന്തിക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കുകയാണ്. 9 മുതൽ 12 വയസ്സ് വരെയുള്ള അന്ത്യബാല്യം, ഈ പ്രായത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പല രക്ഷിതാക്കളും പ്രത്യേകിച്ച് ഉമ്മമാർ ആശങ്കപ്പെടുന്ന കുട്ടികളുടെ ഒരു പ്രായമാണ്. അതുവരെ അവര് പറഞ്ഞതുപോലൊക്കെ കുറെ നിയന്ത്രണത്തിൽ കിട്ടിയിരുന്നു. 9 വയസ്സ് കഴിഞ്ഞ് 10ഉം 11ലേക്കും 12ലേക്കും കടന്ന കുട്ടികൾ അവര് പറയാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, പറഞ്ഞത് പലതും ചെയ്യുന്നില്ല. ഈ ഒരാശങ്ക ഒരുപാട് രക്ഷിതാക്കൾ നമ്മളെയൊക്കെ വിളിച്ചു പറയാറുണ്ട്. ഇവിടെ നമ്മൾ കുട്ടികളെ മനഃശാസ്ത്രം ഉൾക്കൊള്ളണം. ഈ പ്രായത്തിൽ അവരൊരു പ്രത്യേകത, സ്വതന്ത്ര ചിന്ത വർദ്ധിക്കുന്ന പ്രായമാണ്. സ്വന്തമായവൻ തീരുമാനമെടുക്കും. അന്നുവരെ നിങ്ങളെ അനുജത്തിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ തറവാട്ടിലേക്ക് പോകുമ്പം നിങ്ങളോട് സമ്മതം വാങ്ങിയിരിക്കുമ്പോൾ പോയിട്ടുണ്ടാകുക. ഉമ്മ ഞാനൊന്ന് അങ്ങ് കയറിയിട്ടേ വരുള്ളൂ സ്കൂൾ വിട്ട് വരുമ്പം എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് പോയത്. എന്നാൽ 10 വയസ്സങ്ങ് കഴിഞ്ഞാൽ ഇത് പറയൂല. അവൻ സ്കൂൾ വിട്ട് അവനൊന്ന് തറവാട്ട് കയറിയിട്ടാ വരുന്നത്. നമ്മൾ ബേജാറായി, സമയം 2 മണിക്കൂർ വൈകി, നമ്മളങ്ങനെ വെപ്രാളപ്പെട്ടു നിൽക്കുന്നു. ഓനോട് ചോദിച്ചു, എന്താ നീ എവിടെയായിരുന്നു? ഞാൻ എന്താ അങ്ങല്ല, നിങ്ങൾക്ക് എന്താ പേടി എന്ന് ഇവൻ ചോദിക്കുമ്പം ഉമ്മ ആശങ്കപ്പെടുന്നത് എന്താ, ഇവൻ പതിയെ എന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോവുക, മൂപ്പരാണെങ്കിൽ നാട്ടിൽ ഇല്ലതാനും. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ബേജാറാക്കി ഇവന്റെ പേരിൽ എന്തെങ്കിലും നടപടിയെടുക്കണം, പറഞ്ഞു കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുന്ന ഉമ്മമാരുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഒരിക്കലും നിങ്ങൾ ബേജാറാകേണ്ട ഒരു പ്രവണതയല്ല ഈ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ. ഇതെന്താണ്? കുട്ടികളെ സ്വതന്ത്ര ചിന്തയാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നല്ലതാണ് തെരഞ്ഞെടുത്തതെങ്കിൽ. ഇനി അല്ല, തെറ്റായ ഒരു കാര്യം നമ്മളെ സമ്മതമില്ലാതെ ചെയ്തതാണോ, അവിടെ നമ്മൾ മാർഗദർശനം കൊടുക്കണം. അല്ലാതെ ഇവൻ സ്വന്തമായി എന്തെങ്കിലും തീരുമാനമെടുത്താൽ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് അടച്ചാക്ഷേപിച്ചാൽ ഇവൻ മന്ദബുദ്ധിയായി പോകും. ഇവൻ നാളെ സ്വന്തം കാലിൽ നിൽക്കേണ്ടവനാണ്, സ്വയം പര്യാപ്തത നേടേണ്ടവനാണ്. അതിനെ വികസിപ്പിക്കണമെങ്കിൽ അവനെടുക്കുന്ന നല്ല തീരുമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റായതിനെ തിരുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു നയത്തിലേക്ക് നമ്മൾ മാറണം. ഇനി നമ്മൾ പറയുന്നത് തന്നെ ഇവൻ ചെയ്യേണ്ട സമയമല്ല, നല്ലത് അവൻ സ്വയം തീരുമാനിച്ച് ചെയ്യട്ടെ, അതിന് സമ്മാനം, പ്രോത്സാഹനം. ഈ സമീപനത്തിലേക്ക് മാറിയാൽ നമ്മളെ കുട്ടികളെ തിരിച്ചു പിടിക്കാൻ കഴിയും. അല്ലാതെ നമ്മളിവിടെ ബേജാറായി നടപടിയെടുക്കാനും ഫോൺ ചെയ്യാനും ബാപ്പനോട് പറയാനും ഉമ്മനോട് പറയാനും തറവാട്ട് പരാതി പറയാൻ ഇനി മേൽ ആടെ കയറിപ്പോരുതെന്ന് പറയാനൊക്കെ ഒരുങ്ങിയാൽ
കുടുംബം തന്നെ തകർന്നു പോകും. ഇവിടെ ജാഗ്രതയോടെ പെരുമാറേണ്ട സമയമാണ്. ഇതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 12 മുതൽ 18 വരെ കൗമാരമാണ്, അത് കലികാലമാണ്. ഈ പ്രായത്തിന്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളണം. കൗമാരം എന്ന് പറയുന്നത് ഏത് ആവേശത്തിലേക്കും ഈ കുരുന്നിനെ വിളിച്ചു കൊണ്ടുപോയാൽ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സംഘടിക്കാനുള്ള താല്പര്യം, അതാണ് ഈ പ്രായത്തിന്റെ ഏറ്റവും പ്രത്യേകത. അന്ന് വരെ ഒറ്റക്കൊറ്റക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കളിച്ച് തീരുമാനിച്ചൊക്കെ വന്നവൻ 12ന്റെ അപ്പുറത്തേക്ക് കടക്കുന്നതോടെ അവനൊരു സംഘടിത മനസ്സാണ്, സംഘടിക്കാനുള്ള താല്പര്യം. അവിടെയാണ് സംഘടനകളിലേക്കൊക്കെ കുട്ടികൾ ചേക്കാറാറുള്ളത്. അതുപോലെ തന്നെ പലരുമായി കമ്പനി കൂടാറുള്ളത്. ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുട്ടികളെ വേണ്ട രീതിയിൽ മനഃശാസ്ത്രപരമായി നിയന്ത്രിക്കാൻ ശീലിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇന്നുവരെ നമ്മുടെ കുട്ടി കൂടുതൽ സമയം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഉമ്മയുടെ ചുറ്റുപറ്റിയായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ 12ന്റെ അപ്പുറത്തേക്ക് 18 വരെ ഇവന്റെ സമയത്തിൽ അധികവും അങ്ങാടിയിലായിരിക്കും, ഇവൻ പുറത്തായിരിക്കും. ഉമ്മ അവനെ കാണുന്നത് അപൂർവം സമയങ്ങളിലായിരിക്കും. ഉമ്മക്ക് തീർച്ചയായും ആധിയുണ്ടാകും, ആശങ്കയുണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ കർശനമായ നിരീക്ഷണമുണ്ടാകേണ്ട സമയമാണ്. സ്വന്തം പിതാവ് നാട്ടിലില്ലാത്ത ഉമ്മമാർക്ക് ജോലി ഭാരം വർദ്ധിക്കുന്ന സന്ദർഭമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഇവിടെ നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ കവചങ്ങളും നമ്മളിവിടെ സംവിധാനിച്ചിരിക്കണം. അവിടെ നമ്മൾ നല്ല മര്യാദ നേരത്തെ പഠിപ്പിച്ചു വന്ന കുട്ടിയാണോ, ആശങ്കപ്പെടാനൊന്നുമില്ല. തിരുനബി പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു മനുഷ്യനും തന്റെ ഒരു കുട്ടിക്കും ഒരു സമ്മാനവും നല്ലത് കൊടുത്തിട്ടില്ല. അഫ്ളല മിൻ അദബിൻ ഹസൻ, നല്ല മര്യാദയേക്കാൾ വിലപ്പെട്ട ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ കൊടുത്ത സമ്മാനം എന്താ? എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു മൊബൈൽ. അവനാരെ ഫോട്ടോ എടുക്കാം, ഏത് പാട്ടും കേൾക്കാം. ഇതാ നമ്മൾ കുട്ടിക്ക് കൊടുത്ത സമ്മാനം. കേടുവരാൻ ഇന്ന് അത് മാത്രം മതി പ്രിയപ്പെട്ടവരെ. യഥേഷ്ടം പണമാണ്, അവനൊരു അക്കൗണ്ട് ഉണ്ട്, വാപ്പ അതിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ പണമെടുത്ത് എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല. വാപ്പാന്റെ സമ്മാനം അതാണ്. അതുപോലെ ഇവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉടയാടകൾ, പുതിയ നാടിന്റെ ഫാഷനൊത്ത് ഒഴുക്കിനെതിരെ നീന്താൻ പഠിപ്പിക്കാതെ ആ ഒഴുക്കിനനുസരിച്ച് നീന്താൻ, അതാണ് നമ്മളൊക്കെ ഇന്ന് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അതാണ്. എന്റെ മോനും അതാണ്. ആ നയം നമ്മൾ തിരുത്തണം. ഒഴുക്കിനെതിരെ നീന്തണം. നമ്മൾ വിചാരിക്കും എന്താ ചെറിയൊരു സംഗതി, ഒരു പാന്റിന്റെ കോല അങ്ങോട്ട് മാറിപ്പോയി എന്ന് വിചാരിച്ചാൽ എന്താ വരാൻ പോകുന്നതല്ല. അതൊക്കെ വലിയ വലിയ സംഗതികളുടെ പ്രതീകങ്ങളാണ്. നമ്മളവിടെ ചിന്തിക്കണം. ഇസ്ലാമിക സംസ്കാരത്തെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി തുർക്കിയിലെ കമാൽ പാഷ നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട്, തൊപ്പി നിർമാർജനം. അതിനെ സംബന്ധിച്ച് നെഹ്റു തന്റെ ക്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കേട്ടാ തോന്നും നിങ്ങൾക്ക് എന്താ തൊപ്പി പാടില്ല എന്ന് പറഞ്ഞ അത്ര വലിയൊരു പ്രശ്നമാണോ? ചെറിയൊരു തൊപ്പിയല്ലേ? നെഹ്റു പറഞ്ഞു, അതൊരു തൊപ്പിയല്ല, അതൊരു പ്രതീകമാണ്, ഒരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണ്. 14ഓളം നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് മാറ്റുന്നതോടെ ഒരു മതത്തിന്റെ അലകും പിടിയും മാറ്റാൻ ഇത് മുഖേന സാധിക്കും. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ മുസ്തഫ കമാലിനെ ഉപയോഗപ്പെടുത്തി തൊപ്പി ഒഴിവാക്കാനും പർദ്ദ ഊരിയെറിയാനും ആഹ്വാനം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സംസ്കാരം അതിലൊതുക്കി നിർത്തിക്കൊണ്ട് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ അവരെ വളർത്തിയെടുക്കണം. പ്രായത്തിന്റെ ഓരോ സമയത്തും നമ്മൾ അതിനനുസരിച്ചുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം. പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം ഉമ്മമാർ നിരീക്ഷിക്കണം. പെൺകുട്ടികളുടെ ശരീരം ഈ സമയത്ത് പ്രത്യേകമായൊരു വളർച്ച നേടുന്ന സമയമാണ്. അതുവരെ ഇല്ലാത്ത പല ശരീരത്തിന്റെ ഭാഗങ്ങളും അവർക്ക് അല്പം തടിച്ചു കൊഴുത്തു വരുന്നുണ്ടാകും. ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഒരു അത്ഭുതവും ആശ്ചര്യവുമാണ്. ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് കാണുന്നതിലും അറിയുന്നതിലും അവർക്ക് വല്ലാത്ത താല്പര്യം ഉണ്ടാവും. ഇതിനെ മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഇത്